മമ്മി ആൻഡ് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ചെമ്മീനാണ് നമ്മുടെ പരിപാടി. ഇപ്പം എന്തൊക്കെ വേണ്ട നമുക്ക്? ചെമ്മീൻ ഒരു 1/2 കിലോ ചെമ്മീനാണ്. നന്നാക്കി വന്നപ്പോൾ ഒരു 300-250 ഉണ്ടാവുള്ളൂ. പിന്നെ അതിനാവശ്യമുള്ള തേങ്ങാക്കൊത്ത്, തേങ്ങാക്കൊത്ത്, പിന്നെ മഞ്ഞപ്പൊടിയും മുളക് പൊടി, ഈ ചില്ലി പൗഡർ കാശ്മീരി. ഓക്കെ. നമ്മൾ ഇതൊന്ന് ഫ്രൈ അല്ല, ഒരു പകുതി. മമ്മി ഇപ്പം തേങ്ങാക്കൊത്തിലേക്ക് ഈ ചെമ്മീനിട്ട് നമുക്കൊന്ന് പുരട്ടി വയ്ക്കാൻ മസാല. ചെമ്മീൻ്റെ വര പോയിട്ടില്ലല്ലോ. വര ഒരു വര നന്നാക്കി തന്നതാ നൂല്. മാരിനേറ്റ് ചെയ്യാൻ പോണ്. അതിന് കാശ്മീരി പൗഡർ ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടു, കുറച്ച് ഇത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. കുറച്ചൊരു ഉപ്പിട്ടു. ഇനി അതിനൊന്ന് നമുക്ക് നന്നായിട്ട് കുഴച്ച് ഇത് ചെറിയൊരു ഫ്രൈ, പകുതി വേവ്, 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിടാം. 10 മിനിറ്റ് വരെ ഇരിക്കട്ടെ, തേങ്ങാവത്തോടു കൂടി. ശരി. കൈകൊള്ളൂല്ലേ? കൈകൊള്ളാണ്ട് അമ്മയുടെ മനസ്സിൽ നിന്ന് അമ്മയ്ക്ക് കണ്ടുപിടിച്ചെടുത്തു. അല്ല, കൈ പൊള്ളിക്കല്ലേ വെളിച്ചെണ്ണയിൽ? കൈ കൊള്ളില്ല. എനിക്കിത് 1/2 കിലോ ചെമ്മീനുണ്ടോന്നൊരു ഡൗട്ടാണ്. ഇത് അരിയില്ല, 300 ഉള്ളൂ. നന്നാക്കിയപ്പോ ഒരു കുറച്ച് പോകും. അടുത്തെന്താ? ഇനി വേറെ പാനില് ഇനി നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കാം. അതിൽ സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില. ഓക്കെ. അതിലേക്കുള്ള ചില്ലി പൗഡർ, പുളി, കുടംപുളി. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് 2 തരി ഉലുവിടാം. ഇത് പ്രോൺസ് കുറച്ച് ഇതായിട്ടാണ് മമ്മി മറിച്ച് നമ്മുടെ മസാല ആകുമ്പോഴേക്കും പ്രോൺസ് റെഡിയാവും. 2 തരി ഉലുവിട്ട് ഇത് നമ്മുടെ അതൊന്ന് പൊട്ടട്ടെ. ഉലുവയും പൊട്ടുവോ? ചെറുതായിട്ടൊന്ന് വഴന്നു വരും. ഇടട്ടെ. സവോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, സവോള, ഉള്ളി. ചെറിയ ഉള്ളിയാണെങ്കിൽ ഇഞ്ചി കൂടും. അമ്മ ആ വുഡൻ്റെ എടുക്കും. അമ്മ സ്റ്റീലിൻ്റെ എടുക്കല്ലേ? മുളക് ഇടാൻ പോകണം കേട്ടോ. ഓക്കെ. ഇതൊന്ന് വാടി വരുമ്പോൾ പൊടിവെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ട് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ച ഫ്രൈ അല്ല, ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ടുണ്ട്. ചെമ്മീൻ സ്റ്റോപ്പ് ചെയ്തു അല്ലേ? ഓക്കെ ഓക്കെ. ഇത്രയും മതി. ഒരു കുറച്ച് ഉപ്പിടാം. പുളിവെള്ളത്തിലൊന്ന് മസാല കിടന്നൊന്ന് ഒരു കുഴമ്പ് രൂപത്തിലായിട്ട് ചെമ്മീനിടാം. നമ്മുടെ ഗ്രേവിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞു കണ്ട. നല്ല മണക്ക് വന്നു തുടങ്ങി. ആ വെള്ളമൊക്കെ വറ്റിയില്ല? വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു. അടുത്ത് തേങ്ങാപ്പാൽ. ഞാൻ തേങ്ങാപ്പാൽ വയ്ക്കണം. നമുക്ക് ഇത്തിരി ഗ്രേവിയോടുകൂടി, വേറെ ചാറ് കറി വയ്ക്കണില്ല. ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മുടെ ഈ പ്രോൺസ് ഫ്രൈ അങ്ങോട്ട് ഇടും. നീ തിളക്കണ്ടേ? നമ്മൾ നന്നായിട്ട് തിളച്ചു. നമ്മുടെ ചെമ്മീൻ പകുതി ഉള്ള വേവിലാണ് എടുത്തത്. ആള് വെളുത്തം മമ്മിയൊക്കെ വറ്റിക്കും. കുടപ്പുളിയൊക്കെ ഇട്ട് വറ്റിച്ചിട്ട് മമ്മിയുടെ സ്റ്റൈലാന്ന് തോന്നുന്നു. കാരണം ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ശാലോ ഫ്രൈ ചെയ്ത്. ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും ഇങ്ങനത്തെ. ഇനി ഇതൊന്ന് സെറ്റാണ്. ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. കഴിഞ്ഞു. ഒരു വേപ്പിലയും കൂടി ഇടാം. ഓക്കെ. കുറുകി വരുമ്പോൾ വേപ്പില ഇടാം, വാങ്ങി വയ്ക്കാം. അപ്പോൾ ഈ പ്രോൺസ് കറി റെഡിയായി. ഇനി ഒരു മുരിങ്ങയില തോരനും കൂടി അത് കാണിക്കണോ? അത് കാണിക്കാം.
അടുത്തതാണ് നമ്മുടെ മുരിങ്ങയില തോരൻ. അത് കുറച്ച് മുരിങ്ങയിലുണ്ട്. നമ്മളിത് 2 മുട്ട കൊത്തി പൊരിക്കണം. അത് റെഡിയാക്കിയിട്ട് നമുക്ക് ഇനി അടുത്തത് കാണിക്കാം. അപ്പോൾ സവോളയും പച്ചമുളകും വേപ്പിലയും 2 മുട്ടയും മുട്ട കൊത്തി പൊരിച്ചിട്ടുള്ള മുരിങ്ങയില തോരനാണ്. അതെ. നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. ആ ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ കിട്ടിയ ഒന്നും കൂടി നല്ലതാണ്. ഇതിനൊന്ന് ചിക്കി പൊരിച്ചിട്ട് കേട്ടോ. തീ കുറവിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. വെളിച്ചെണ്ണ തിളച്ചു. ഒത്തിരി ഒന്ന് കാച്ചൊഴിയിട്ട് എരിവിന് വേണ്ടി. ഇത് കയ്പല്ലേ. മുട്ട റെഡിയായില്ലേ? മുട്ട റെഡിയായി. ഇതിലിനി എന്താ? അതിലിത്തിരി മുളക് പൊടി ഇട്ട് ഒരു മുളക് പൊടി ഇട്ടല്ലേ? മുളക് പൊടി ഇട്ട് മുളക് പൊടി വാടി തേങ്ങ ഇടും. കുറച്ച് തേങ്ങ ഇട്ട് നമ്മൾ ഈ മുട്ടയിലേക്ക് ചേർത്തു കേട്ടോ. ഇനി നമുക്ക് ഈ ചീരലിട്ട് നടച്ച് വെച്ച് ആവി കൊണ്ടാൽ മതി. ചീരലയാ? അയ്യോ, ഇതിട്ട് വെച്ച മുരിങ്ങയില. ഉപ്പ് എപ്പിട്ടു? ഉപ്പ് ആ മുട്ടയിൽ ഇട്ടിട്ടുണ്ട്. ഇതില് നമുക്ക് ഇതിൽ വേണമെന്ന് നോക്കിയിട്ടിടാം. ശരി. ഇതിനകത്ത് തന്നെ കിടന്നത് സെറ്റ് ആവും. അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചും തിരിച്ചിടണം. ഈ കുറച്ചിട്ടിട്ട് ഓക്കെ, പാകമായിട്ടുണ്ട് ഇപ്പോൾ. കണ്ടോ? ഓക്കെ. മുരിങ്ങയിലയും മുരിങ്ങയിലത്തെ മുട്ടത്തോരനും ചെമ്മീൻ കറി റെഡി. ലഞ്ച് പ്ലേറ്റ്. അപ്പം എങ്ങനെയുണ്ടെന്ന് പറയേ. ഇത് മുരിങ്ങയില മുട്ടത്തോരനാണത്. ചൂടുണ്ട്. അതിൻ്റെ ഓക്കെ ആണല്ലേ? ഇനി ഇത് നോക്കിയേ, കൊഞ്ച്. നമ്മുടെ കൊഞ്ച് കറി. കൊഞ്ച് കറിയാണ്. കൊഞ്ചും ഈ കോക്കനട്ടിൻ്റെ പീസൊക്കെ ഇട്ടിട്ടുള്ള സ്പെഷ്യൽ ഒരു ഐറ്റമാണ്. അത് കോക്കനട്ടാണ് തോന്നുന്നു അതിൽ. എൻ്റെ ഓക്കെ, ടേസ്റ്റ് ഉണ്ടോ? ഉപ്പും എല്ലാം കറക്റ്റാണ്.